എവർ സേഫ് എപ്പോഴും സുരക്ഷിതം എന്നാണ് ആ ഒരു പേരിലാണ് ദൈവം തന്നൊരു നാമമാണ്. കാരണം ആ ഒരു പേര് ജീവിതത്തിൽ ബാധിച്ച ഒരു കാര്യത്തിനെ ഉൾക്കൊണ്ടുകൊണ്ടാണോ എപ്പോഴും ഇനി സുരക്ഷിതമായിരിക്കണം. അതെ അതെ. പിന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും സന്തോഷം ഉണ്ടായാൽ പോരല്ലോ, അനുഭവിക്കണം. നമ്മളെല്ലാം നമ്മൾ അനുഭവിച്ചേ പറ്റും, നമ്മൾ അറിയണം ദുഃഖം എന്താണ്. ഈ 14 കൊല്ലക്കാരൻ ഞങ്ങൾ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ളൂ, ദുഃഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഈ 6 മാസം ഞങ്ങൾ ദുഃഖം എന്താണെന്ന് അറിഞ്ഞു, എന്താണ് ലോകം എന്ന് പറഞ്ഞു, എന്താണ് മനുഷ്യരെന്ന് അറിഞ്ഞു, എന്താണ് കൂടെ നിൽക്കുന്നവരെന്ന് അറിഞ്ഞു. ഇപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് മനസ്സിലായി. അതാണ് സത്യം. ലോകം എന്താണെന്ന് മനസ്സിലായി. ആ ഒരു 6 മാസം നമ്മള് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ. 6 മാസം കൊണ്ട് ഞാനിപ്പോ 29ാമത്തെ വർഷമാണ്. ഈ 28 വർഷം മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഈ 6 മാസം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ പ്രതിസന്ധികളൊക്കെ മനുഷ്യനുണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വളരെ ഹെൽപ്പറായിട്ട് ഒരു ജോലി ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ, ഗൾഫ് പ്രവാസ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലൊരിക്കലും മുറിവേൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ 6 മാസക്കാലം നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒന്ന് സാമ്പത്തികമായി സഹായിക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഒന്ന് സമാധാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് കൂടെ നിൽക്കുമെന്നുള്ള ആ ഒരു ധൈര്യം തരാൻ, ഇതിനൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വേദന. തീർച്ചയായും ഞാൻ കൊണ്ടുവന്ന് വളർത്തിയ പലരുമാണ് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത് ശരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ ഈ വിശ്വാസം നമ്മളെ പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്ന് നമുക്ക് സപ്പോർട്ടുമായിട്ട് വന്നു എന്ന്. തീർച്ചയായിട്ടും. കാരണം ഞാൻ എനിക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അബുദാബിയിലെ മലയാളി സമൂഹം, ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകളും എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പിടിച്ചു നിന്നത്. എനിക്കിന്ന് 2ാമത് സ്ഥാപനം തുടങ്ങാനും സേഫ്റ്റി എക്യുപ്മെന്റിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു വലിയ സപ്പോർട്ട് തന്നെ. തീർച്ചയായിട്ടും ഗ്രൗണ്ട് സപ്പോർട്ട്. അതുപോലെ തന്നെ എല്ലാ രംഗത്തും എന്നെ വളരെയധികം സഹായിച്ചു വിടാറുള്ളത്, മനസ്സ് തുറന്ന് സഹായിച്ച്. അവർക്കറിയത് എൻ്റെ സ്ഥാപനമായിരുന്നു, ഞാൻ തെറ്റുകാരനല്ല. അതുകൊണ്ട് എല്ലാവരും എവിടെ ചെന്നാലും എന്ത് സഹായം വേണമെങ്കിലും വാഗ്ദാനമായിരുന്നു എനിക്ക് അബുദാബിയിൽ കിട്ടിയിരുന്നത്. എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസർ, വലിയൊരു ഇപ്പോൾ റിട്ടയർഡാണ്, മിസ്റ്റർ നാജി അൽ മുസാബി. أنا تعرفت على سيبا وهو رجل أعمال ناجح ورجل أمين وصادق في عمله، وحبينا نتعاون ونشتغل مع بعض في التجارة، وفتح شركة للتجارة في المقاولات الأمن والسلامة، وسوف نتساعد وياه. وهو رجال صادق وأمين وشكرا. This is Mr. Fadlo Faris. ഞങ്ങളുടെ ജിദ്ദ ബ്രാഞ്ചിന്റെ പാർട്ണറാണ്. We are pleased to know Mr. Sajim and to work with him and to join venture with him in UAE as well as Riyadh, Saudi Arabia, for a better future and better business, for progress. Thank you. ഇവിടെ മിസ്റ്റർ മൊഹസിൻ, മിസ്റ്റർ നാസർ, മിസ്റ്റർ ജയലാൽ വക്കം, മിസ്റ്റർ രാജൻ, ഇവരൊക്കെ എനിക്ക് ആത്മാർത്ഥമായിട്ട് എന്നെ സഹായിച്ചാണ്. രാപ്പകലില്ലാതെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനോ എന്ത് ത്യാഗം സഹിക്കാനോ ഒക്കെ നിന്ന ആളാണ് ഇവർ. ഇനി ഒരിക്കലും അവരോട് ഞാൻ കടപ്പെട്ടു പോയി. എനിക്ക് ഇത്ര നാൾ അങ്ങനെ ഒരു കടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആരോടും അങ്ങനെ ഒന്നും പോയിട്ടില്ല, അതുകൊണ്ട് കടപ്പാടൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട്. പക്ഷേ ഞാനിപ്പോൾ 3-5 പേരോട് 5-6 പേരോട് എനിക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത കടപ്പാട്. എൻ്റെ ഏത് സമയം എന്ത് ഹെൽപ്പിനും വിത്ത് ഫാമിലിയാണ് അവർ കുടുംബസമേതമാണ് എന്നെ സഹായിച്ചത്. എവർ സേഫ് ഫയർ ആൻഡ് സേഫ്റ്റി എന്തൊക്കെയാണ് ഇനിയിപ്പോ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്? ഞങ്ങളിപ്പോ എനിക്ക് ഈ ഫീൽഡിൽ ഞാനൊരു ബിഗിനർ അല്ല. 23 വർഷത്തെ 26 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു ബിഗിനർ അല്ല. എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല ഈ ഫീൽഡിൽ, കാര്യമായ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. പക്ഷെ ഒരു ബിഗിനർ തുടങ്ങിയാണെങ്കിൽ മിനിമം ഒരു 3 മില്യൺ വേണം നല്ല രീതിയിൽ നടത്തണമെങ്കിൽ. എനിക്ക് 10 പൈസയുടെ ആവശ്യമില്ല.
ഞാൻ കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ് ദുബായിൽ 2 മാസത്തിനുള്ളിൽ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ജിദ്ദയിൽ, അത് കഴിഞ്ഞാൽ കളമശ്ശേരി. ഇതാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സ്ഥലം ഞങ്ങൾ അതിനുള്ള പ്രാരംഭ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് കമ്പനികളിലേക്ക് എക്യുപ്മെന്റ് സപ്ലൈ ചെയ്യുന്നതാണ്. ഇത് നമ്മളിപ്പോൾ സേഫ്റ്റി ഇവിടെ UN സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി ഫസ്റ്റാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ തന്നെ അവിടെ സേഫ്റ്റി ഇല്ലാണ്ട് ഈ ലൈസൻസ് പാസ്സാക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ഫീൽഡാണ് ഇവിടെ, മനസ്സിലായോ? സ്പെഷ്യൽ ഫീൽഡാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റേതായൊരു പ്രയോറിറ്റി അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായ ബിസിനസ്സുണ്ട്. ശരിക്കും ഒരു കസ്റ്റമർ റിലേഷനാണ് ബിസിനസ്സിൽ ഏറ്റവും കൂടെ. അത് പ്രത്യേകിച്ച് സജീവ് സാറിനെ പോലെയുള്ള ആളെന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല രീതിയിലേക്ക് ബിസിനസിന്റെ ഡെവലപ്പ്. അല്ലാണ്ട് കസ്റ്റമറായിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വളരെ വ്യത്യസ്തമായി ഇപ്പോൾ ഡെൽമ എന്നൊരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഫയർ ആൻഡ് സേഫ്റ്റി ആയിരുന്നു 15 വർഷമെങ്കിൽ ഒരു കമ്പനി നിന്ന് രണ്ടാമത്തെ ഒരു കമ്പനിയും കൂടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നാജി അൽ മുസാബി എന്നെക്കുറിച്ച് അറിഞ്ഞു. അദ്ദേഹം എന്നെക്കുറിച്ച് അന്വേഷിച്ചു. പുള്ളിക്കൊരു കോൺഫിഡൻസ് ആയപ്പോൾ പുള്ളി എന്നെ ഏൽപ്പിക്കുകയാണ് ഈ കമ്പനി, മനസ്സിലായ? സജീവേട്ടൻ്റെ ഒരു ബാക്ക് ബോൺ എന്നല്ലെങ്കിൽ ഒരു വലിയ പിന്തുണയായിട്ട് നിന്ന കുടുംബമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം. കാരണം ഏത് സമയവും ഇൻവോൾവ് ചെയ്യും ബിസിനസ്സിലും എല്ലാത്തിലും. ഒരു ഷാഡോ നിഴൽ പോലെ. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു തർക്കമില്ല. പുള്ളിക്കാരത്തിലെ ഒരു കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാൻ കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം. വൈഫിന്റെ ഒരു സുമന. വളരെയധികം ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും 100% സപ്പോർട്ടില്ല പുള്ളിക്കാരത്തിൽ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കുട്ടികൾ 2 പേര്. മൂത്ത ആള് ഐശ്വര്യ മോൾ, അവള് +2 പഠിക്കുന്നു. മോൻ ആദിത്ത് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുന്ന നമ്മുടെ മലയാളികൾ. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ വേർപാടിൻ്റെ ഒരു വർഷമായിരുന്നു. ഒരു നേരമേ ഒരു ബ്രെഡും ഒരു തൈരും കഴിച്ചിട്ട് അവരുടെ നാട്ടിൽ പൈസ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് കാര്യത്തിലും ബുദ്ധിമുട്ടിയാ അവൻ പരാജയപ്പെടില്ല. ദുബായിനെ സംബന്ധിച്ചുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ there is no value. അന്യരാജ്യത്ത് എന്നാൽ അവരെന്ത് ജോലി എടുക്കാൻ തയ്യാറാണ്. ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടുണ്ട് ഈ 24 വർഷത്തിനുള്ളിൽ തന്നെ. ദൈവം തന്നാൽ മാത്രമേ നമ്മളെ തെല്ലുണ്ടാവും. പ്രവാസ ഭൂമിയിൽ തന്നെ ഭാവിയും ജീവിതവും കണ്ടെത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന നമ്മുടെ മലയാളികൾ കഠിനാധ്വാനവും സത്യസന്ധതയും കൊണ്ട് അവർ നേടിയെടുക്കുന്ന വിജയം ശരിക്കും നമുക്കൊരു മാതൃകയാണ്.